നമ്മളെന്തെങ്കിലും സ്ത്രീകൾ ആ തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫെമിനിച്ചി ഫെമിനിറ്റി എന്നുള്ളൊരു അതത്രയും നല്ലതല്ലാത്തൊരു സംഭവമാണ്. സാധനം. വയസ്സ് അങ്ങനെയില്ല. മധ്യവയസ്കര്, ചെറിയ ഈ പിള്ളേര്, ഉം. പിന്നെ പ്രായമായവര് ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ഒരുപോലെ പറഞ്ഞത് അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യാത്രയിൽ ഇപ്പൊ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? ഹസ്ബൻഡിനോടാണ്. ഓക്കെ. ബിക്കോസ് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കുഞ്ഞിന് ഈ സ്റ്റോറി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞിനെ നോക്കണം, നിനക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പൊയ്ക്കോ, ഈ വേണ്ടാന്ന് പറയില്ല. ചൂടാണ്, പക്ഷെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം 2026 ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പം ഒരു സങ്കടമാണ്. ആ കുട്ടിക്ക് എത്ര ഒരു 21-22 ഇയേഴ്സ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി സ്ത്രീകളും പുരുഷന്മാരും. ലൈക്ക് ശരിയാണല്ലോ, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ ഫെമിനിച്ചി ഫാത്തിമയിൽ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഫെമിനിച്ചി ഫാത്തിമയിൽ ഞാൻ ഇത്രമാത്രം ഈ ഒരു റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ? ഏതൊക്കെ തരത്തിൽ നിങ്ങളുടെ കെമിസ്ട്രി ഏത് രീതിയിലായിരുന്നു? ഉസ്താദിൻ്റെ പേര് കുമാർ സുനിൽ. ആള് ഒരു നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. സിനിമയും എനിക്ക് തോന്നുന്നു 30ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളാണ്. ശ്രദ്ധിക്കപ്പെട്ടത് ശ്രീധന്യ കാറ്ററിംഗ് പോലെയുള്ള സിനിമകളിൽ ആണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആളെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫെമിനിച്ചി ഫാത്തിമിൻ്റെ സെറ്റിൽ പോകുമ്പോൾ ആ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അതിൻ്റെ മുന്നിലൊരു ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഐ വാസ് ലൈക്ക്, അയ്യോ ഇവിടെ ഒരാൾ താടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഓക്കെ ജസ്റ്റ് കയറി നോക്കാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ കുമാർ ചേട്ടനായിരുന്നു. ആള് കറക്റ്റ് ഗെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ ശരിക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ഈ ഫാത്തിമ ഒരു സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ആ ക്യാരക്ടർ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു 70-80% കുമാർ ചേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത്രയും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു. അതുപോലെ ആളൊരു സീനിയർ ആയിട്ട് കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേന്ന് പറയുന്നത്. അല്ല, അത്ര നല്ലൊരു ജെന്വിൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഈ ഒരു സിനിമയിലുടനീളം നമുക്കത് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതായത് അവരുടെ ഒരു അതായത് ശരിക്കും യഥാർത്ഥത്തിൽ അവരൊരു നെഗറ്റീവ് ക്യാരക്ടർ, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ സിനിമ കാണുന്ന സമയത്ത് അത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡെയിലി ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അപ്പം അത്രയും ഭംഗിയായിട്ട് പല രംഗങ്ങളും അവരതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം എടുത്തു പറയാവുന്ന, ഇപ്പോൾ ഈ ചേട്ടൻ്റെ ഈ ഒരു രംഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഞങ്ങൾ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഏതാന്ന് വെച്ചാൽ, കുമാരേട്ടൻ എൻ്റെ അടുത്ത് പുറത്തുനിന്ന് കയറി വന്നിട്ട് ആരോട് ചോദിച്ചിട്ടാണ് നീ ആ ബെഡ് കൊടുത്തതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഇതിൽ ചാരി നിന്നിട്ട് സങ്കടം വന്നൊരു മുഖത്തോടു കൂടി നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊരു കവറും തരും സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ. അപ്പോൾ എന്താണ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വീട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ പണിയല്ല ഇതൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ശരിക്കും സങ്കടം വന്നുപോയി. ഇത് എൻ്റെ വീടാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സീൻ. അത് കാണുമ്പം തന്നെ സങ്കടം വരും. ആളും പറയും എന്ത് രസമായിട്ടാ ചെയ്തേ, ഞാനും പറയും നിങ്ങൾ എന്ത് രസമായിട്ടാ ചെയ്ത. പക്ഷെ എന്നാലും ആ ഗിവ് ആൻഡ് ടേക്ക് അത് കൃത്യമായിട്ട് വന്നതുകൊണ്ട് ശരിക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആ വീടിന്റെ ഒരു ചുറ്റുപാടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു സിനിമയിൽ കാണുന്ന സമയത്ത് സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുന്ന വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു വീട്, അങ്ങനെയുള്ള ഒരു ചുറ്റുപാട്, ഒരു പക്ഷേ ഈ സിനിമയുടെ കഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു ലൊക്കേഷൻ, ആ ഒരു കാര്യമുണ്ട്. അപ്പൊ ലൊക്കേഷൻ അനുഭവങ്ങൾ എങ്ങനെയാണ്? നമ്മളുടെ ആ ഷൂട്ട് നടക്കുന്ന വീടിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് കൂടെ ഉണ്ടാവും ബാക്കിൽ. അത് കഴിഞ്ഞാൽ കടലാണ് തൊട്ട് ബാക്കിൽ. അപ്പൊ കടലിന്റെ തൊട്ടടുത്താണ്. നമ്മൾ തിരമാലേന്റെ സൗണ്ട് ഒക്കെ നല്ല രസമായിട്ട് കേൾക്കാം. പിന്നെ നമ്മുടെ സിനിമേന്റെ ആർട്ട് ഫാസിലും ഫ്രണ്ട്സും ആണ് അത് ചെയ്തിട്ടുള്ളത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഫാസിൽ ഇതിന്റെ കംപ്ലീറ്റ്, പ്രിൻസ് ഫ്രാൻസിസ് ക്യാമറാമാൻ. അപ്പോൾ ഫാസിൽ പറഞ്ഞ രീതിക്ക് അതിന്റെ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മുന്നിലുള്ള വേലിയൊക്കെ നമ്മൾ ചെയ്തതാണ്. വേലികളൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ, ഇത്തരത്തിലുള്ള വേലികളൊന്നും. അത് നല്ല രസമാക്കി എടുത്തു. അതിന്റെ ഒരു ഭംഗി, ഉമ്മറൊക്കെ കാണാൻ നല്ല രസമല്ലേ, അതൊക്കെ അവർ ചെയ്തതാണ്. ഇപ്പോൾ ഇതിനകത്തുള്ള ബാക്കിയുള്ള
പിന്നെ 3 മക്കളുണ്ട് അതിനകത്ത്, കുഞ്ഞുങ്ങള്. ഏറ്റവും യഥാർത്ഥത്തിൽ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ മൂത്ത ആള് ഒന്നൊന്ന് മൂത്രമൊഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ അവരുമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ആളാണ് കുറച്ചുകൂടെ അധികം സമയം കൂടെ ഉണ്ടായിരുന്നത്. കുട്ടികൾ എപ്പോഴും ഉണ്ടായിരുന്നു ആ സെറ്റില്. അവർക്ക് ഷൂട്ടുള്ള സമയത്തൊക്കെ ലൈക്ക് നേരത്തെ വരും, അല്ലാത്തപ്പോഴും എനിക്ക് തോന്നുന്നു അവർ വരാറ്. നമ്മൾ നല്ല കമ്പനിയാണ്. ലൈക്ക് സിനിമയിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അടിയും കൂടി അങ്ങനെ. ഞങ്ങൾ ലുഡോ കളിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. ശരിക്കും ഞങ്ങൾ അവിടെ അങ്ങനെ അവർ കളിക്കുമ്പോൾ ലുഡോ കളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി ഇരിക്കുന്നതാണ്. സീരിയസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അത് എടുത്ത്, അത് ഓൾറെഡി പ്ലാൻഡ് ആണോന്ന് അറിയില്ല, ബട്ട് അവര് കളിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പോയി കളിക്കുന്നുണ്ട്. അതിനകത്ത് മറ്റൊരു, ഈ സിനിമേനകത്ത് പറയുന്ന സമയത്ത് ഒരു വലിയ ചേഞ്ച് അതിനപ്പുറത്തേക്ക് ഫോണ് മാറിയതുണ്ട്. അപ്പൊ എന്റെ ഫോൺ, എനിക്ക് പുതിയ ഫോൺ കിട്ടി. അപ്പോ ഞാൻ എന്റെ ഫോണ് സാധനങ്ങളൊക്കെ അതിലത്തേക്ക് ആക്കി രസമായിട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അച്ഛൻ പുതിയൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അച്ഛന്റെ ഫോണ് അമ്മയ്ക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം. അതങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. പിന്നെ അതിനകത്തൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ട ഒരു ലേഡി. പക്ഷെ എന്തൊരു ഭംഗിയായിട്ടാണ്. അതെ, വളരെ ഗംഭീരമായിട്ട് അവരത് അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെയാണ് ഒരു എനിക്ക് തോന്നുന്നു കളക്ട് ചെയ്യാൻ വരുന്ന ആളും അതിനപ്പുറത്തേക്ക് അതിൽ നിന്നൊരു മോട്ടിവേഷൻ, അവരിൽ നിന്ന് ഫാത്തിമയ്ക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമ കണ്ട സമയത്ത്. ഫോൺ റീചാർജ് ചെയ്യുന്ന ഭാഗങ്ങൾ, അതെ അതൊക്കെ ഞാൻ അവരിൽ നിന്നാണ് പഠിക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ഉപയോഗങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. അതിനുശേഷം ഈ ഫോണ് ഏറ്റവും അവസാനം കിടക്കക്കാരന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തിൽ നിന്ന് പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങളാണ്. അത് വളരെ കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഫാത്തിമേന്റെ ലൈഫിൽ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളാണ്. അത് വലിയ കാര്യങ്ങൾ, ചെറിയ സീൻസിലൂടെ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അത്രയും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് നമ്മളിതൊക്കെ കണ്ട് പരിചയിച്ച സിറ്റുവേഷൻസിലൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു പക്ഷെ നമ്മൾ കാണാതെ പോകുന്ന പല സ്ത്രീ ജീവിതങ്ങളെയും സിനിമ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് അറിയാവുന്ന ജീവിതങ്ങളാണ്, പക്ഷെ അത് വേറൊരു ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു അഭിപ്രായത്തോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഉണ്ട് ആക്ച്വലി. ബിക്കോസ് IFFKന്റെ സമയത്ത് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സിനിമേൻ്റെ ഫസ്റ്റ് പ്രീമിയർ കഴിഞ്ഞപ്പോൾ, IFFKന്റെ കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ചേച്ചിമാര്, അതുപോലെ ജെൻസി കുട്ടികൾ എന്ന് പറയില്ലേ, അവര് ഗംഭീരാണ് കേട്ടോ. അവരൊക്കെ വേറെ ലെവലാണ്. സത്യം, അവർ ഈ സിനിമ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നെ അടിക്കാനാണോ വരുന്നത്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, എന്ത് രസമാണ് ഈ സിനിമ, എന്തൊരു നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്, ചേച്ചി നന്നായിട്ട് ചെയ്തു കേട്ടോ, എല്ലാവരും നന്നായിട്ട് ചെയ്തു. അവരെല്ലാവരെയും കണ്ടിട്ട് പോയി. അതുപോലെ ഇപ്പൊ വയസ്സ് അങ്ങനെയല്ല, മധ്യവയസ്കര്, ചെറിയ ഈ പിള്ളേര്, പിന്നെ പ്രായമായവര് ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ഒരുപോലെ പറഞ്ഞത് അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒരു ചേച്ചി വന്ന് പറഞ്ഞു, അവർ പോലീസായിരുന്നു, അവരെ ഹസ്ബൻഡും ആയിരുന്നു. 16 വർഷം അവരവരുടെ ജോലി ചെയ്തില്ല കല്യാണം കഴിഞ്ഞിട്ട്. ദെൻ ആഫ്റ്റർ 16 years അയാൾ വേറൊരു ലേഡീനെ കല്യാണം കഴിച്ചിട്ട് പോയി. ഇവരൊറ്റയ്ക്കായി. ഇനി അവർക്ക് ആ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ അവരെൻ്റെ അടുത്ത് പറയാതെ, ഈ സിനിമ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, ഇത് എൻ്റെ ജീവിതമായിരുന്നു, ഞാനൊക്കെ എന്തൊക്കെയോ ചെയ്യേണ്ടതായിരുന്നു ആ സമയത്ത് എന്നുള്ളത്. അപ്പം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ പ്രീമിയർ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്നെ ഹഗ് ചെയ്തു, എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ലൈഫാണ്, എനിക്ക് മാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരുപാട്, അതായത് പറഞ്ഞത് ഫാത്തിമയുടെ കഥയാണെങ്കിലും ഒരുപാട് ഫാത്തിമമാർക്ക് ഇത് എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? പ്രൗഡാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ 2026 ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സങ്കടമാണ്. ആ കുട്ടിക്ക് എത്ര ഒരു 21-22 years ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ലൈക്ക് അവരുടെ ജീവിതം അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ചെറിയ പ്രായമായതുകൊണ്ട് മാറാൻ സമയമുണ്ട്. തീർച്ചയായിട്ടും ഇനി മാറട്ടെ. അതെ, കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇപ്പം പഴയതിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസം ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും സ്വന്തം കാലിലേക്ക് നിൽക്കുക എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു
സിനിമയിനകത്ത് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എക്കണോമിക്കലി നമ്മൾ ഫിറ്റ് ആവുക എന്നുള്ളൊരു കാര്യം. അതുവരെ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ എടുക്കാൻ എന്ന് പറയുന്നൊരു ഇതിൽ നിന്ന് കയ്യിൽ 500 നോട്ട് വെച്ച് എണ്ണുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിലേക്ക് എത്രമാത്രം സാമ്പത്തികമായിട്ട് നമ്മൾ ഏബിൾ ആവുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം കോൺഫിഡൻസ് ആണ് ആക്ച്വലി. ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ എൻ്റെ ബിടെക് കഴിഞ്ഞത് തൊട്ട് ഞാൻ ജോലി ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സാലറി ഒക്കെ വരുമ്പോൾ നല്ല സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെയൊന്നും ചെയ്യാത്ത, ജോലിക്കൊന്നും പോവാത്ത ആൾക്കാരുടെ ഈ ഒരു എൻജോയ്മെന്റ് ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. ഇതിലെ ഉസ്താദ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഇരയാണ്. അതാണ് ഫാസിൽ പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് നമ്മൾക്കും അറിയാം അത്. അതായത് അയാൾ ഒരു മഹാപാപവും ചെയ്യുന്നില്ല, പക്ഷെ അയാൾ പഠിച്ചത് അങ്ങനെ ആയിപ്പോയി. അയാളുടെ പാരൻസ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മുന്നുള്ളവർ അങ്ങനെ. അപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഇതും ഇങ്ങനെയാണ് എന്നാണ്. ഈ സിനിമ കഴിയുമ്പം ഉസ്താദ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ലൈക്ക് ഒന്നും എന്നോട് പറയുന്നില്ലല്ലോ, ജസ്റ്റ് ആ കസേരയിൽ ഇരിക്കുന്നേ ഉള്ളൂ. ആ യുദ്ധത്തിലെല്ലാം ഉണ്ട്. അതെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്, അത് അയാൾ റിയലൈസ് ചെയ്യാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അത്യാവശ്യമാണ്. അത് എൻജോയ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കരുത്ത് ഭംഗി വരിക. ഇതിനകത്ത് ആ ഇരുത്തത്തിന് പറഞ്ഞ സമയത്താണ്, അതിന്റെ തൊട്ട് മുന്നേ ഈ ഫെമിനിറ്റിയാണോ എന്ന് ചോദിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അത്രമാത്രം, അതായത് നമ്മൾ എന്തെങ്കിലും സ്ത്രീകൾ ആ തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫെമിനിറ്റി എന്നുള്ളൊരു, അതത്രയും നല്ലതല്ലാത്തൊരു സംഭവമാണ്. അതിന് മുൻപത്തെ സീനും ഓള് ഫെമിനിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഭംഗിയായി ഈ ഒരു കാര്യത്തിന്. അതായത് നമ്മൾ മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൊസൈറ്റി കാണുന്നത് മറ്റൊരു രീതിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. അപ്പം മാറ്റം ഉണ്ടാവുമായിരിക്കും ഇങ്ങനെ സിനിമ കണ്ടിട്ടെങ്കിലും. ഇപ്പോൾ സിനിമയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 2 സിനിമ ഇപ്പൊ ചെയ്ത 4 സിനിമയായിട്ട് ചെയ്തു. അപ്പം ഈ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ ചില ആളുകളെ നമുക്കറിയാം. ആ ആള് ഒരു വേഷം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലവും പോലീസ്, കള്ളനാണെങ്കിൽ എല്ലാ കാലവും കള്ളൻ, പിന്നെ ചില ആളുകൾ വഴിപോക്കനാണെങ്കിൽ എല്ലാ കാലവും വഴിപോക്കൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടിരുന്നു, എല്ലാ സിനിമയിലും അയാൾ വഴിപോക്കനായിരിക്കും. ആ തരത്തിലേക്ക് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുവോ, അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിൽ 3 കാര്യങ്ങളാണല്ലേ. അതായത് ഒന്ന് സിനിമേന്റെ ഡയറക്ടർ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന ആള്, രണ്ടാമത് പ്രേക്ഷകർ, മൂന്നാമത്തത് ഞാൻ. അപ്പോൾ സിനിമേന്റെ ഡയറക്ടർ തീർച്ചയായിട്ടും അവരൊരുപാട് സിനിമകൾ റെഫർ ചെയ്യുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ സിനിമയ്ക്ക് ഒരു ക്യാരക്ടർ വന്നാൽ അവർ വിചാരിക്കും ഇത് ഇന്ന സിനിമയിൽ ചെയ്ത കുട്ടി ചെയ്താൽ കൊള്ളാം. ഓക്കെ. അവരപ്പോൾ ടൈപ്പ് കാസ്റ്റിങ്ങിനെ പറ്റിയൊന്നും ചെയ്യില്ല. ഓൾറെഡി ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അവാർഡിന്റെ കാര്യമല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ കുട്ടി ചെയ്ത പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല, അവർക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിച്ച് അവർ കാസ്റ്റ് ചെയ്യും. പിന്നെ പ്രേക്ഷകർ പറയും എല്ലാ സിനിമയിലും ഇത് തന്നെയാണല്ലോ. അവരുടെ ഭാഗത്തും ശരിയാണ്. കാരണം കണ്ട് മടുക്കും ഒരേ ക്യാരക്ടർ. എനിക്കും ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കേൾക്കാതിരിക്കട്ടെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്. ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ക്യാരക്ടർ, എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്ത ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിൽ ഒന്നെങ്കിൽ സൈക്കോ ആയിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ പോലീസായിട്ട്. ആദ്യമായിട്ടായിരിക്കും ഒരാളെ സൈക്കോ ആയിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പ്രേക്ഷകർക്ക് ഇത് കണ്ട് മടുക്കും. മൂന്നാമത്തേത് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം വരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും വേണ്ട, ടൈപ്പ് കാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും. എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല, എൻ്റെ മുഖം ആൾക്കാർ മറക്കും. അപ്പൊ പിന്നെ ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ ചെയ്യും, അത് ചിലപ്പോ പണി കിട്ടും. അപ്പോൾ പറയുന്നത്, ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് വരുന്ന സിനിമകൾ നല്ല ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യുക. അത് ടൈപ്പ് കാസ്റ്റിംഗ് ആണോ എന്ന് ഞാൻ നോക്കുന്നില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ അല്ലാത്തത് കിട്ടും. ബിക്കോസ് ഞാൻ ഓപ്പൺ ടു ഡു ഓൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും ഫ്യൂച്ചറിൽ. ഇപ്പം അത് നോക്കുന്നില്ല. സിനിമ അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ഞാണിന്മേൽ കളിയാണല്ലേ? അതെ. 3 പേരും ക്യാരക്ടറാണ്. ഡയറക്ടേഴ്സ് കറക്റ്റാണ്. ഡയറക്ടർ ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഞാനാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇതുണ്ട്. എല്ലാം അവർ പറയുന്നതും ഞാൻ പറയുന്നതും ശരിയാണ്. കിട്ടുമ്പോൾ ചെയ്യാം, അങ്ങനെ ഒരു. ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അവൾക്ക് 3 മാസമായ സമയത്താണ് കഥ പറഞ്ഞത് എന്ന്. അപ്പം 3 മാസമായിട്ടുള്ള ഒരു അമ്മ, ഫീഡ് ചെയ്യുന്ന ഒരു ഫീഡിങ് മദർ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിനെ ഇട്ട്
സൈറ്റിലേക്ക് പോകുന്നതും നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എങ്ങനെ കുഞ്ഞിനെ വിട്ട് അല്ലെങ്കിൽ ആ തരത്തിൽ എനിക്ക് സിനിമ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എങ്ങനെ അങ്ങനെ ഒരു ദൃഢമായ തീരുമാനം എടുത്തു? ഫാസിൽ എൻ്റെ അടുത്ത് ഈ സ്റ്റോറി പറയുമ്പോൾ ഫാസിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, സ്ക്രിപ്റ്റ് അയച്ചു തരാം ഒന്ന് നോക്കുമെന്ന്. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ്. അതാണെങ്കിൽ ഒരുപാട് പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സംഭവം. നമുക്ക് ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും തമാശ പറയാനും സൈലൻ്റ് ആയിരിക്കാനും എല്ലാം സട്ടിലാവാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പം ഞാൻ ഫാസിലിനോട് പറഞ്ഞു ഞാൻ ചെയ്യാം, എൻ്റെ കുഞ്ഞിന് 3 മാസമായിട്ടേ ഉള്ളൂ, 6 മാസം ആകുമ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, അപ്പം ചെയ്യാൻ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഫാസിൽ പറഞ്ഞു ചെയ്യാം, ബിക്കോസ് ഞാനാണ് അതിൻ്റെ ഫാസിലിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ, വേറെ ആരെയും കൺസിഡർ ചെയ്തിട്ടില്ല അതുവരെ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് അവർക്ക് തോന്നിയല്ലോ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും തോന്നിയല്ലോ. വെയിറ്റ് ചെയ്തു അവര്. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അവരാ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. ചെയ്തില്ലെങ്കിൽ അതെനിക്ക് കിട്ടില്ലായിരുന്നു. ദെൻ ഞാൻ മോളെ കൊണ്ടാണ് പോയത് സെറ്റിലേക്ക്. അതിനും അവരെന്നെ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് എപ്പോൾ വേണമെങ്കിലും ഫീഡ് ചെയ്യാൻ, കരയാണെങ്കിൽ പോവാം, ഭക്ഷണം കൊടുക്കാൻ. പിന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബ്രേക്കിൽ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ അതിനുള്ള സമയം തന്നിരുന്നു അവർ. നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ സെറ്റിലൊക്കെ. അപ്പം നല്ലൊരു വിശ്വാസമുള്ളൊരു കൈകളിലാണ് കുഞ്ഞിരിക്കുന്നത്. പിന്നെ കരച്ചിലൊക്കെ കേൾക്കും, ആ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ കരഞ്ഞ അപ്പം വരും, ഒന്ന് ഓക്കെ ആക്കും, തിരിച്ചു പോകും. 6 മാസമുള്ള സമയത്ത് ഉമ്മയോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് എന്താ പൊക്കോട്ടെ. അപ്പൊ ഈ ഒരു യാത്രയിൽ ഇപ്പോൾ ആരോടും ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? ഹസ്ബൻഡിനോടാണ്. ഓക്കെ, ബിക്കോസ് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കുഞ്ഞിന് ഈ സ്റ്റോറി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കണം, നിനക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പൊയ്ക്കോ, വേണ്ടാന്ന് പറയില്ല എന്നൊക്കെ. ചില സമയത്ത് പറയും എന്താ ഇത്ര നേരമായി കുട്ടി എവിടെയാന്നൊക്കെ ചോദിക്കാം. പക്ഷെ ചീത്ത പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഫെമിനിസ്റ്റ് ഫാത്തിമ ചെയ്യുന്നതിന് മുൻപും ശേഷവും ഷംനയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഷംനയുടെ കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പൊ നമ്മൾ ചെറുതെന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും എന്തെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടോ? നമ്മുടെ ചിന്താഗതികളിലോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അത്തരം മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നമ്മളാരെയും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത് എന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉമ്മാനോടും പറയാറുണ്ട് അതെടുത്ത് തരൂ ഇതെടുത്ത് തരൂ എന്നൊക്കെ ചിലപ്പോൾ. അത് ഞങ്ങൾ സിനിമ കഴിഞ്ഞ സമയം ഫസ്റ്റ് പ്രീമിയർ കഴിഞ്ഞപ്പം ഒരു ആക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയോട് തോർത്തെടുത്ത് തരാൻ പറയാറുണ്ടെന്നോ എന്തോ പറഞ്ഞു. ഇനി അങ്ങനെ പറയില്ല എന്ന്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ബട്ട് സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. പക്ഷേ അതൊക്കെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഫാത്തിമ പോലെയല്ല പേഴ്സണൽ ലൈഫിൽ. ജോലി ചെയ്യുന്ന ഒരാളാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അണ്ടർനീത്ത് എന്ന് പറയുമ്പോൾ ആരെങ്കിലും നമ്മളുടെ ഒരു ഫ്രീഡമിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും സമൂഹത്തിനും ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇഫ് സമ്മൺ ഈസ് ആസ്കിങ് മീ ലൈക്ക് എന്തിനാ നീ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കാനുള്ളൊരു സ്പേസ് ഉള്ള ഒരാളാണ് ഞാൻ. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പ്രശംസ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം തന്നെ മറ്റൊരു രീതിയിൽ അതിനെ കണ്ടിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടർ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. അയാൾ ഒരിക്കലും അയാളുടെ കമ്മ്യൂണിറ്റിയെ താറടിച്ച് കാണിക്കില്ല. അയാൾ കാണിക്കാൻ ശ്രമിച്ചത് സംസാരിക്കേണ്ട വിഷയം കൃത്യമായിട്ട് സംസാരിക്കണമെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംസാരിച്ചാലേ അത് കൃത്യമായിട്ട് എത്തും. ഇപ്പോൾ അത് പിന്നെ ആളുകൾ വളരെ വീട്ടിലിരുന്ന് ചുമ്മാ യൂട്യൂബ് മാത്രം കണ്ട് യൂട്യൂബിലെ ആളുകൾ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊരിക്കലും ദുഷ്ടന്മാരെന്ന് ഞാൻ പറയുന്നില്ല, നിഷ്കളങ്കരായിട്ടുള്ള പ്രായമുള്ള ആളുകളുണ്ട്. അപ്പം അവർ വിശ്വസിക്കുന്നത് ഈ യൂട്യൂബേഴ്സ് പറയുന്നതാണ് സത്യം എന്നാണ്.
തിരുത്തേണ്ട കാര്യങ്ങൾ അവർ തിരുത്താൻ ശ്രമിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പാരൻസും ചിലതൊക്കെ അവർക്ക് എന്തെങ്കിലും നമ്മൾ തിരുത്തി കൊടുത്താൽ അവർ സമ്മതിക്കില്ല. ബിക്കോസ് അവർക്ക് അത് അവർ ഓൾറെഡി ഫീഡ് ചെയ്ത് പോയി അവരുടെ മുന്നേയുള്ള ആളുകൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ന്യൂജൻ ആളുകൾ, ഐ മീൻ ലൈക്ക് നമ്മളെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ അവർ പറയും അത് തെറ്റാണ്, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ പ്രൂഫൊക്കെ തപ്പിക്കൊണ്ട് കൊടുത്താൽ പറയും ഇത് ഇങ്ങനെയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ച് അങ്ങനെ പറയുന്നതാണ്. കുറേ യൂട്യൂബേഴ്സ് അതുപോലെ സിനിമ കാണാതെ ഒരുപാട് പേര് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം, സിനിമ റിലീസായതിനു ശേഷം അങ്ങനെയുള്ള വീഡിയോസിൻ്റെ താഴെ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് വന്നു. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിരുന്നത് സിനിമ കാണാതെയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി സ്ത്രീകളും പുരുഷന്മാരും. ലൈക്ക് ശരിയാണല്ലോ, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് തന്നെ ഒപ്പം നമുക്ക് ചേർത്ത് പറയാവുന്ന ഒരു മധ്യവർഗത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ ആണ്. അപ്പം അതുകൊണ്ടാണ് അവർക്കത് ഇങ്ങനെ കയറി ഹിറ്റ് ചെയ്തിട്ടുള്ളത് സിനിമ. അപ്പം ഈ ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും പറയുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ടാർഗറ്റ് ചെയ്യുന്നതല്ല, ഒരു മധ്യവർഗം എന്ന് പറയുന്നൊരു വിഭാഗത്തിന് ഒരു പക്ഷെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറില്ല. ഒന്നുകിൽ വളരെ പാവപ്പെട്ട ആളുകളെ ആയിട്ട് പറയും, അല്ലെങ്കിൽ ഒരു ഏത് സിനിമ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ ഏറ്റവും ഹയസ്റ്റ് ലെവല് അല്ലെങ്കിൽ ഏറ്റവും താഴെ. ഈ മധ്യവർഗത്തിനെ പറയുന്ന വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിൽ അങ്ങനെ ഒരു കാര്യം എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മിഡിൽ ക്ലാസ്സിൽ വെച്ച് സംസാരിക്കുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് അവരെടുത്ത് അവർക്ക് ജീവിക്കാനുള്ള കാശുണ്ട്, എന്നാൽ ലാവിഷ് ആക്കാനുള്ള കാശ് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ കൂടി അവരങ്ങനെ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഐ മീൻ ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് അതിൽ നിന്ന് ചെയ്യുമ്പോൾ കൂടുതൽ അത് ആളുകളിലേക്ക് എത്തും. കാരണം അതാണ് കൂടുതൽ. അപ്പോൾ അല്ലേ, അപ്പോൾ അവരിലേക്ക് കൂടുതൽ എത്തും. അങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ സമയത്ത് ആരെങ്കിലും അങ്ങനെ ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും വിളിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് മമ്മൂക്കയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. നമ്മുടെ പിണറായി വിജയൻ സർ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. ആ സമയത്ത് കുറേ സെലിബ്രിറ്റീസ് മെസ്സേജ് അയച്ചിരുന്നു, വിളിച്ചിരുന്നു. നമ്മളൊക്കെ അവരൊന്ന് നമ്മളോട് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് അയക്കുന്ന അങ്ങനെ വിചാരിച്ച ആളുകളൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഭാവനയൊക്കെ കുറേ മെസ്സേജ് അയച്ചു, ചാറ്റ് ചെയ്തു, നല്ല സിനിമയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ആളുകളും കണ്ടു എന്നുള്ളതാണ് അല്ലേ. ഇപ്പം റീസെൻ്റ്ലി മഞ്ജു വാര്യർ അവർ കണ്ടു, അവർ ഇങ്ങനെ ഈ സിനിമയെ നല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ അവാർഡിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് വെച്ചാൽ, അവാർഡിൽ മമ്മൂക്ക ഈ സിനിമയെ പറ്റി പറഞ്ഞു. ലൈക്ക് ഫെമിനിച്ചി ഫാത്തിമ കണ്ടിരുന്നു, നമ്മളെല്ലാവരും ചില സമയത്തൊക്കെ ഉസ്താദിന്റെ പോലെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രസംഗത്തിന് ശേഷം നമ്മളുടെ സിനിമ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇനിയും കാണാത്ത ആളുകളോട് എന്താ പറയുന്നത്? ഇനിയും കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും സിനിമ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു മെസ്സേജാണ് തരുന്നത്. കാണണം എല്ലാവരും സിനിമ. എനിക്ക് തോന്നുന്നു ഒരു വിധത്തിൽപ്പെട്ട സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെയും ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. മലയാള സിനിമയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്ന പേരുകളിൽ ഒന്നായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.